ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അന്ന് രാത്രി മദ്യപിച്ചു കൊണ്ട് വരുമ്പോൾ കൃഷ്ണയാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തിനാ കുടിച്ചത്? അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ? അലീന ചേച്ചിക്ക് വാക്ക് കൊടുത്തതല്ലേ ഇനി കുടിക്കില്ലെന്ന്. ഇവിടെ അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിലോ? ഞാൻ വിളിച്ച് പറയും അലീന ചേച്ചിയെ. നോക്കൂ. അയ്യോ, അവളോടൊന്നും പറയല്ലേ. പിന്നെ അവളോടൊന്നും പറഞ്ഞേക്കല്ലേ മോളെ. ഞാൻ ഒരല്പം മാത്രമാണ് കുടിച്ചിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. വല്ലത് എന്തെങ്കിലുമൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്ന്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോയി കിടക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ നേരെ മേളിലേക്ക് കൊണ്ടുപോകട്ടോ. വാ മോളെ നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് കയറാൻ നിൽക്കുമ്പോഴാണ് അലിയൻ നമ്മുടെ വൈജ അവിടെ നിൽക്കാൻ കേട്ടോ. വൈജയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്, ഒരു പുച്ഛിച്ച ചിരി. അപ്പോഴാണ് നമ്മുടെ വൈജ പറയുന്നുണ്ട്, അതെ ഒന്ന് നിന്നേ, പണ്ട് ഇതേപോലെ കുടിച്ച് കുഞ്ഞമറിഞ്ഞതാണ് ഐസിയിലോട്ട് കെട്ടിയെടുത്തത്, അത് ഓർത്താ കൊള്ളാം. ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. എന്നാലും വീണ്ടും വൈജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി നിങ്ങൾ കുടിക്കാനാണോ ഭാവം? എന്നാൽ പിന്നെ നേരത്തെ തന്നെ അങ്ങ് ബുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ പിന്നെ രണ്ട് വർത്തമാനം പറയാതെ പോയാൽ ശരിയാകത്തില്ലല്ലോ. ബാലേന്ദ്രൻ കയറിയ കാല് തിരിച്ചെടുത്ത് വെക്കാൻ കേട്ടോ. അയ്യോ അച്ഛാ വാ, മേളിൽ കയറി പോവാം. ഇല്ല മോളെ, മോള് വിഷമിക്കാതെ, ഒരൊറ്റ കാര്യം മാത്രമേ അച്ഛൻ പറയുന്നുള്ളൂ, അത് കഴിഞ്ഞ് കിടക്കാൻ പോവാം. അങ്ങനെ വൈജയുടെ അടുത്തേക്ക് നേരെ ബാലചന്ദ്രൻ വരുവാൻ കേട്ടോ. എന്നിട്ട് മൊത്തത്തിലൊന്ന് നോക്കണം കേട്ടോ വൈജയനെ. എന്നിട്ട് ശരിയാ നീ പറഞ്ഞത്. ബാലേന്ദ്രൻ കുടിച്ചതിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെയാണ് ഐസിയിൽ കയറേണ്ടി വന്നത്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ ഞാൻ നിന്നോടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചിട്ട് പറയാണ്, നിൻ്റെ അഹങ്കാരത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ലേ കയ്യും കാലും ഒടിഞ്ഞ് തവളയെ പോലെ നീ ആശുപത്രിയിൽ കിടന്നത് അല്ലേടി? അതാണ്. അതുകൊണ്ട് നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ടട്ടാ. നമ്മൾ രണ്ടുപേരും അതിനകത്ത് കിടന്നിട്ട് വന്നതായതുകൊണ്ട് നീ അതിനെക്കുറിച്ച് പറഞ്ഞേണ്ട ആളൊന്നും ആയിട്ടില്ല, മനസ്സിലായാ? പിന്നെ ഈ ഒരു തവണ കൂടി ബാലേന്ദ്രൻ ഐസിയിലേക്ക് പോകത്തില്ല, അതുറപ്പാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ പോവാം. എങ്ങോട്ടാണെന്നറിയോ? നേരെ അങ്ങോട്ട് എന്നും പറഞ്ഞ് മേളിലേക്ക് കൈ ചൂണ്ടട്ടോ. പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊരു വരവ് ഉണ്ടാവത്തില്ല, മനസ്സിലായോ വൈജയന്തി മാഡത്തിന് എന്നും പറഞ്ഞ് നമ്മളെ വൈദ്യരെ മുമ്പിൽ ഇത്രയും സംസാരിച്ചിട്ട് ബാലേന്ദ്രൻ നിൽക്കാൻ പോലും വയ്യാതെ ആടി നേരെ മേളിലേക്ക് കയറി പോവാണ് കേട്ടോ. വീണ്ടും ഒന്നും കൂടെ വൈജയെ നോക്കാണ്. കണ്ണൊന്നും നേരെ നിൽക്കുന്നില്ല, അത്രയ്ക്കും കുടിച്ചിരിക്കുകയാണ്. അതെ, അധികമായാലേ അമൃതും വിഷമെന്നൊരു ചൊല്ലുണ്ട്. നിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അധികമൊന്നും വേണ്ട, അല്ലാതെ തന്നെ നീ വിഷമാണ്, വിഷം. അത്രയും പറഞ്ഞിട്ട് അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, മതിയച്ചാ പോവാം. അതെ, വൈജയന്തി മാഡത്തിനോടെ ഗുഡ് നൈറ്റ് പറഞ്ഞില്ല, അത് പറയണ്ടേ? വാ ഇങ്ങോട്ട്, അച്ഛനോടല്ലേ പറഞ്ഞത് കയറി കിടക്കാൻ. അങ്ങനെ കൃഷ്ണ ബാലിനെ തള്ളി മറിച്ചും കൊണ്ട് നേരെ അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. മോളെ കൃഷ്ണേ, നീ എന്നെ പിടിക്കുകയൊന്നും വേണ്ട, എനിക്ക് നല്ല ലെവലുണ്ട്. അല്ല അച്ഛൻ വീഴും, എനിക്ക് ഉറപ്പാണ്. വീഴില്ലടി, വീഴില്ല. അച്ഛൻ അങ്ങനെയൊന്നും വീഴത്തില്ല, അവസാന നിമിഷം വരെ പിടിച്ച് നിൽക്കും. പിന്നെ വീഴാനായിരുന്നെങ്കിലേ എപ്പോഴേ ആയി അച്ഛൻ വീണേനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ നേരെ വീണ്ടും അകത്തേക്ക് കയറിപ്പോട്ടോ. കൃഷ്ണയാണെങ്കിൽ അച്ഛനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുവാണ്. കണ്ടോ അച്ഛൻ സ്റ്റഡിയായിട്ട് നിൽക്കുന്നത് നീ കണ്ടോ? അച്ഛൻ എന്തിനാ കുടിച്ചത്? അച്ഛന് വയ്യാത്തതല്ലേ, കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? ഇടി ചുമ്മാ വെറുതെ കുടിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞില്ലേ? മാറിപ്പോയിരുന്ന് കുടിക്കുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. അച്ഛൻ ഇന്ന് ഒരു ദിവസം ഒരല്പം കൂടുതൽ കഴിച്ചു, സാരയില്ല. മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വേണ്ടായിരുന്നു അച്ഛാ, കുടിക്കണ്ടായിരുന്നു. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കുടിക്കുമോ? അതിന് അവളിവിടെ ഇല്ലല്ലോ. എന്നാലും അച്ഛാ, എന്തിനാ അച്ഛാ ഇങ്ങനെ? എല്ലാം അറിയുന്നവളും എല്ലാം അറിയിച്ചവളുമാണ് അവൾ. അറിയേണ്ട ഒരാളുടെ മാത്രം ഒന്നും അറിയിച്ചില്ല. അയ്യോ, ഇതെന്തൊരു ലോകം, എന്തൊരു വിധിയാ ഈശ്വര. അച്ഛാ പ്ലീസ് കരയല്ലേ, അച്ഛൻ കിടക്ക് മോളെ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലങ്ങോട്ട് തടവ് കാണുന്നുണ്ട് നമ്മൾ ബാലേന്ദ്രൻ. അച്ഛന് വിഷമമുണ്ടടി, അതുകൊണ്ടാണ് അച്ഛാ ഞാൻ എന്തിനാടി ഇതൊക്കെ സഹിക്കുന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? നീ തന്നെ പറ. ഇല്ല അച്ഛാ, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പിന്നെ ഞാനതങ്ങ് പൊട്ടിക്കട്ടാ? എൻ്റെ കയ്യിലിരിക്കുന്ന ബോംബ് എന്നും പറഞ്ഞ് കൃഷ്ണയോട് ചോദിക്കുകയാണ് കേട്ടോ. അതിനി ചുമന്നും കൊണ്ട് അച്ഛന് ഒരടി നടക്കാൻ വയ്യ, ഭയങ്കര വെയിറ്റാണ്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ, വാ എന്ന് പറഞ്ഞ് കൃഷ്ണ വീണ്ടും ബാലേന്ദ്രനെ പിടിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ. മോളെ, ഞാൻ ആ ബോംബങ്ങ് പൊട്ടിക്കട്ടെ, നിനക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സൂക്ഷിച്ച് വച്ചേക്കുന്നത്? പോവേണ്ട ആൾ പോയില്ലേ, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്? പറ.
പറ മോളെ, ഞാനത് പൊട്ടിക്കട്ടെ. അച്ഛൻ ഇങ്ങോട്ട് കിടക്ക്. അങ്ങനെ തലകണിയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് കൃഷ്ണമോള് ബാലേന്ദ്രനെ ചാച്ചി കിടത്തു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും കൊച്ചിൻ്റെ മുഖത്തേക്ക് ചോദിക്കുന്നുണ്ട്, മോളെ ഇതെന്തൊരു ജീവിതമാണ്? കോമാളി വേഷവും കെട്ടി നടക്കുന്നു. കോമാളി വേഷം അത് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കൃഷ്ണയാണെങ്കിൽ ബാഗും ഒക്കെ എടുത്തു വെച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. പക്ഷേ ബാലേന്ദ്രനെയോ വല്ലാത്ത ആ ബോധാവസ്ഥയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, ഞാനത് പൊട്ടിക്കും, ഈ ബോംബ് ഞാൻ ഉടനെ തന്നെ പൊട്ടിക്കും ഇങ്ങനെ തന്നെ പറഞ്ഞ് അങ്ങ് ഉറങ്ങാൻ കേട്ടോ. അതേസമയം നമ്മുടെ കുളത്തൂപ്പുഴയിലാണെങ്കിൽ സ്റ്റാൻലി ആഹാരം കഴിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. അന്നേരം അപ്പച്ചനും വന്നിട്ടുണ്ടേ. പൗലോസാണെങ്കിൽ ഫുഡെല്ലാം റെഡിയാക്കി മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ കൈയൊക്കെ കഴുകിവാ. ഓ എനിക്ക് വേണ്ട. അതെന്താ? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ, വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനും ഉപവാസത്തിലാണ്. ഓ അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് കാര്യം പിടിയിട്ടോ. അത് ശരി, അപ്പച്ചൻ അലീനയുടെ കക്ഷി ചേർന്ന് എന്നെ വെല്ലുവിളിക്കാനാണോ? നിന്നെ വെല്ലുവിളിക്കാൻ ഞാനാരാ? എനിക്കെന്താ വട്ടുണ്ടോ? പിന്നെ ഈ ഉപവാസത്തിൻ്റെ അർത്ഥം എന്താണ്? കാസേരയിട്ട് അങ്ങോട്ട് നീക്കിയിരിക്കുകയാണ്. എടാ, ഈ ഉപവാസം എന്ന് പറയുന്നത് വെറും പുല്ലാണെന്ന് തെളിയിച്ച് കൊടുക്കണ്ടേ? എന്നെപ്പോലെ ഇത്രയും പ്രായം ചെന്ന ആർക്ക് നിരാഹാരം ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അലീനയുടെ ഉപവാസത്തിന് എന്നാ വില? പുല്ല് വിലയുണ്ടാ? പോട്ടാ വൈക്കോലിൻ്റെ വിലയുണ്ടോ? അപ്പോൾ അലീന നിരാഹാരം നടത്തുന്ന എല്ലാ ദിവസവും അപ്പച്ചനും ഇരിക്കൂടാ, പുഷ്പം പോലെ ഇരിക്കും. എനിക്ക് അപ്പച്ചൻ്റെ തീരുമാനത്തിൽ സംശയമുണ്ട്. സംശയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഉപവാസത്തിൻ്റെ സുഖം അങ്ങനെ ഒരാൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. നമുക്കെന്താ, കഴിക്കുമോ ഉപവാസം? ശരി, എന്നാൽ പിന്നെ നടക്കട്ടെ. 2 പേരും കൂടി ചേർന്ന് എന്നോട് മത്സരിക്കും. വെറും 2 പേരല്ല, 2 തലമുറകളാണ്. ഒന്ന് നിൻ്റെ അപ്പനാണെങ്കിൽ മറ്റേത് നിൻ്റെ മകളാണ്. നീ ഒരു ദിവസം ഒന്ന് ഉപവസിച്ച് നോക്ക്, അന്നേരം നിനക്ക് മനസ്സിലാകും അതിൻ്റെ സുഖം. എനിക്കറിയാം, 2 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലുള്ള പ്രശ്നം അതൊക്കെയാണെന്ന് എനിക്കറിയാം. എഴുന്നേറ്റ് നിൽക്കാനുള്ള എനർജി പോലും കാണത്തില്ല. നല്ല സുഖമായിരിക്കും. അല്ലേ, നീ ഒരു കാര്യം ചെയ്യില്ല അലിച്ച, അവളെ പാലായിക്ക് പറഞ്ഞു വിട്ടേക്ക്, അതാ നല്ലത്. അവൾ മര്യാദയ്ക്ക് വല്ല ഭക്ഷണവും കഴിച്ച് ജീവിച്ച് പൊക്കോട്ടെ. നമ്മളെന്തിനാ ഈ പാവം എല്ലാം കൂടി തലയിലെടുത്ത് വെക്കുന്നത്? ഞാൻ നിർബന്ധിച്ചു ഉപവസിക്കാനായിട്ട്? അപ്പച്ചൻ നിർബന്ധിച്ചോ? ഇല്ലല്ലോ. അവളുടെ തനി സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ. നീയുമായിട്ട് അവൾക്ക് ഒത്തുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്താലോ? ഞാൻ അവളെ പുനലൂർക്ക് കൊണ്ടുപോയാലോ? വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, അവളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ 3 ദിവസത്തേക്ക് അലീന ഭക്ഷണം കഴിച്ചത് ഒരേ ഒരു ദിവസം മാത്രമാണ്. ഇങ്ങനെ പോയാൽ അവൾ എവിടെയെങ്കിലും കുഴഞ്ഞു വീഴും. ഇപ്പം തന്നെ വാടി തളർന്ന് കോലം കെട്ടിരിക്കുകയാണ്. അപ്പച്ചൻ ഒരു കാര്യം ചെയ്. ഞാൻ എന്ന് വേണമെങ്കിൽ ചെയ്യാം, നീ പറ. അപ്പച്ചൻ ഇവിടുന്ന് എത്രയും വേഗം സ്ഥലം വിടാൻ നോക്ക്, അതാ നല്ലത്. പുനലൂർ ചെന്ന് തറവാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ നീ പറയുമ്പോൾ പോകാനിരിക്കല്ലേ ഞാൻ? ഒന്ന് പോയടാന്ന് പറഞ്ഞ് കസേര നീക്കൊരു പോക്ക് പോവാട്ടോ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും പറയണം, നീ എന്നാടാ ലാലിച്ച വലിയ കേമനായത്? എൻ്റെ മടി കയറിയിരുന്ന് അപ്പിയുടെയും മൂത്രം ഒഴിക്കുകയും ചെയ്തിരുന്നവനല്ലേ നീ? അപ്പോൾ ആൻ്റപ്പനും പൗലോസും കൂടെ ഇവിടുന്ന് ചിരിക്കാൻ കേട്ടോ. വീണ്ടും പോയിട്ട് ഒന്നും കൂടെ പറയാം, ഒരു കാര്യം കൂടെ പറയാം. ഈ നിമിഷം പോലും ഞാനും ചിന്നമ്മയും ഒറ്റക്കെട്ടാ. നമ്മളെ തോൽപ്പിക്കാമെങ്കിൽ നീ ഒന്ന് തോൽപ്പിക്ക്, അത് കണ്ടിട്ടേ ഉള്ളൂ. വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങളുടെ കളിയല്ലേ? ഇത്രയും പറഞ്ഞ് അപ്പച്ചൻ വീണ്ടും ഇറങ്ങി പോവാട്ടോ. അന്നേരം പൗലോസിനും ആൻ്റപ്പനും അങ്ങോട്ട് ചിരി വന്നു. അവരങ്ങ് പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. സ്റ്റാൻലിക്ക് ദേഷ്യം വന്ന് 2 പേരും ചെറിഞ്ഞ് അങ്ങോട്ട് നോക്കാട്ടോ. അങ്ങനെ 2 പേരും കൂടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ വൈകിയാണെങ്കിൽ അടുക്കളയ്ക്കകത്ത് ഭയങ്കരമായിട്ട് ജോലി കേട്ടോ. ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്തത് ഇപ്പം തന്നെ ജോലിക്കാരി അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ തന്നെ ഒറ്റക്കിടന്ന് നടുവൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയും പിള്ളേരെ പ്രാകുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞാൻ മാത്രം എന്തിനാണ് ഇവിടെ ഒറ്റക്കിടന്ന് പണി ചെയ്യുന്നത്? എനിക്കങ്ങ് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അവിടെ ഇറങ്ങി വെളിയിലോട്ട് വരിക കേട്ടോ. ഇവിടെ ബബിതയാണെങ്കിൽ എന്തൊക്കെയോ പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണയും അങ്ങോട്ട് വരികയാണ് കേട്ടോ. പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, ഇത്തവണ റാങ്ക് അടിക്കോ? പിന്നെ പാസ് അടിച്ച ഭാഗ്യം. പിന്നെ സ്ഥിരം ഡയലോഗാണ്. ശരി, ഞാൻ ടി വി വെച്ചോട്ടെ? വെച്ചോ, അതിനെന്താ. അങ്ങനെ കൃഷ്ണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ TV ഒക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ബബിത എന്തൊക്കെയോ എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TV വെച്ചപ്പോൾ എന്തോറ്റി 2 പേരും TV കാണാൻ നിൽക്കുകയാണ്. ഉടനെ അതിൻ്റെ നടുക്ക് വന്ന് നമ്മുടെ വൈജയാണെങ്കിൽ നടുക്ക് വന്നങ്ങ് നിൽക്കുക കേട്ടോ, കാണാതെ. എന്താ അമ്മ ഇങ്ങനെ വന്ന് നിൽക്കണേ? എടി, നീയൊക്കെ ഇവിടെ വന്നിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ബാക്കിയുള്ളവൾ ഒടിഞ്ഞ് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത്ര നേരം പഠിക്കുമായിരുന്നു, ഇപ്പോഴാണ് അടച്ചു വെച്ചത്. ഞങ്ങളുടെ പഠിത്തവും TV കാണലും അമ്മയുടെ പണിയും തമ്മിൽ എന്താ ബന്ധം? അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സുനിത 4 ദിവസമായിട്ട്
ലീവ് എടുത്ത് പോയിക്കുന്ന വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓ അതാണോ പ്രശ്നം? ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ, അങ്ങനെ എത്ര പേര് പോയിരിക്കുന്നു അല്ലേ ബബിതേച്ചി എന്ന് കൃഷ്ണ പറയാട്ടോ. ആ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആൾ നോക്കിക്കോ, സുനിതേച്ചിയെ നോക്കണ്ട. ഇനിയിപ്പോൾ ആരെങ്കിലും പണിക്ക് വെച്ചാൽ തന്നെ ഒരു എഗ്രിമെൻറ്റ് കൂടെ വച്ചേക്കാം. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടുന്നവരെ പോലീസ് കേസ് കൊടുത്ത് നമുക്ക് പിടിപ്പിക്കാം. മതിയടി നിർത്ത് നിൻ്റെയൊക്കെ പ്രസംഗം, മര്യാദയ്ക്ക് സംസാരിക്കടി. എവിടുന്ന് പഠിച്ച് ഇങ്ങനെയുള്ള സംസാരമൊക്കെ? ഇങ്ങനെയുള്ള സംസാരമൊക്കെ പഠിച്ചത് വേറെ അടുത്തൊന്നുമല്ല, അമ്മയുടെ അടുത്ത് തന്നെയാണ്. മതി സംസാരിച്ചത്, വാ ഇങ്ങോട്ട്, അടുക്കളയിൽ വാ. അടുക്കളയിൽ നിന്ന് ജോലി 3 നേരവും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ, കൂടെ വന്നെന്ന് ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ. നിന്നോടൊക്കെയാണ് പറഞ്ഞത് എണീറ്റ് വരാൻ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്, എനിക്ക് വയ്യ എല്ലാം കൂടെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ. ഓ ഞങ്ങൾ വന്നാലും ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കും. അമ്മയല്ലേ ഇന്നാൾ പറഞ്ഞത് കൈയും കെട്ടി നിന്നാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്ന്. അതെന്ത് ബബിത ഇങ്ങനെ? ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടുത്തെ പണി മുഴുവനും ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇത്ര ആരോഗ്യം പോലും ഇല്ല, റെസ്റ്റ് എടുക്കണം. എന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. വീട്ടിൽ പണിയണം, ഓഫീസിൽ പണിയണം, കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രി കിടന്നവളാണെന്ന് ഒന്നും ചിന്തിക്കണം. ഓ അമ്മ പറയണേട്ട തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി കാറോട്ട മത്സരത്തിന് പോയതാണെന്ന് ബബിത ചോദിക്കാട്ടോ. അമ്മയുടെ വാശിയുടെ പുറത്ത് അമ്മ ഇങ്ങനെയൊക്കെ ഇറങ്ങി പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നോ, അങ്ങനെ എന്തോ പറയുമല്ലോ അല്ലേ കൃഷ്ണേ? നീയൊക്കെ എൻ്റെ മക്കൾ തന്നെയാണോടി? പെറ്റത്തള്ള ആണെന്നുള്ള ഒരു വിചാരം വേണ്ടേ? അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീകളോട് കാണുന്നൊരു മനുഷ്യത്വമെങ്കിലും നിങ്ങൾ കാണിക്കട്ടെ. അതെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്നതേ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല. ഈ പറയുന്ന തള്ളയും തന്തയും ഒക്കെ ചേർന്ന് അവരുടെ മക്കളുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ പാകി മുളപ്പിച്ച് വളർത്തി കൊണ്ടുവരേണ്ടതാണ്. എന്നാലേ അതിൽ നിന്ന് ആവശ്യം വരുമ്പം പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. തിന്നാൻ നേരമാകുമ്പോഴേ കൊച്ചമ്മമാരങ്ങോട്ട് വാ, ഞാൻ അമ്മിക്കലെടുത്ത് പുഴുങ്ങി വെച്ചേക്കാം. അമ്മ ഒന്ന് നിന്നേ, ഞാൻ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ബബിത ഇങ്ങോട്ട് വരട്ടെ. അമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? നമ്മൾ അമ്മയെടുത്ത് പണികളെല്ലാം നോക്കി സഹായിക്കണം അല്ലേ? അതെ, ഇന്നും കൂടി ഞാൻ തിന്നാൻ തരും. നാളെ മുതൽ അവരവർക്കുള്ളത് അവരവർ വെച്ച് ചെയ്യാം. സഹായിക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അതെ, ഞാൻ അമ്മയെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മക്കളുടെ വേലക്കാരില്ല, അത് നീ ഓർത്തോ. എന്താ അമ്മയ്ക്ക് ഒരു നാണക്കേടും തോന്നുന്നില്ല നമ്മുടെ ഇങ്ങനെ പറയാൻ? ഓ അമ്മ വരുന്ന സമയത്ത് ഞാനും രോഹിയേട്ടനും ബബിതേച്ചും ചേർത്ത് കൃത്യമായിട്ട് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നേലേ. അമ്മയായിട്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ വൈകിക്ക് സംസാരമില്ല കേട്ടോ, മിണ്ടാട്ടം മുട്ടിപ്പോയി. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്